നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കുന്നുകര പഞ്ചായത്തിൽ ഒപ്പം സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ജോജു ജോർജ് താക്കോൽദാനം നിർവഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആഞ്ഞിലിപ്പാടം റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരധാർഷ്ട്യം ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശത്തെ BJPയും അവർക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും വെല്ലുവിളിക്കുകയാണെന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. വാർത്തകൾ വിശദമായി. കളമശ്ശേരി നിയോജക മണ്ഡലത്തിൽ കുന്നുകര പഞ്ചായത്തിലെ ഒപ്പം സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. നോർത്ത് കുത്തിയതോടിലെ റോസി അഗസ്റ്റിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. സന്തോഷത്തിന്റെ ഒരു സന്ദർഭമാണ്, സ്നേഹത്തിന്റെ വീടാണ്. എന്നാൽ ആ വീട്ടിൽ ഒരിടത്തും സ്നേഹവീട് നമ്മൾ എഴുതി വയ്ക്കുന്നില്ല. ഇപ്പോൾ ഇതിന്റെ പുറകിൽ സ്നേഹവീടെന്നുണ്ടെങ്കിലും വീട്ടിലെങ്ങും സ്നേഹവീടും ഇല്ല, മന്ത്രിയുടെ പേരും ഇല്ല, ആരുടെ പേരും ഉണ്ടാവില്ല. ഇന്നു മുതൽ ആ വീട് പൂർണ്ണമായും അവരുടെ മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ വീട് കൊടുക്കുന്നു, അവിടെ സ്നേഹവീട്, മന്ത്രി വന്നു, ജോജു താക്കോൽ നിർവഹിച്ചു എന്നൊക്കെ എഴുതി വയ്ക്കുമ്പോൾ വീട്ടിൻ്റെ അതിഥി അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നോക്കും, ഇതാരോ ദാനം കൊടുത്ത വീടാണല്ലോ. അത് ആത്മാഭിമാനത്തെ ബാധിക്കും. ഓരോ മനുഷ്യനും അടുത്തുറപ്പുള്ള വീട്ടിൽ താമസിക്കാൻ അവകാശമുള്ളതാണ്. സിനിമാ താരം ജോജു ജോർജ് സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു അധ്യക്ഷത വഹിച്ചു. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CM വർഗീസ്, CK കാസിം, സംഘാടക സമിതി ചെയർമാൻ PD ജെയ്സൺ, ജിജോ പഞ്ഞിക്കാരൻ എന്നിവർ സംസാരിച്ചു. പെൺകുട്ടികൾ ഉള്ള കുടുംബനാഥ വിധവകളായ കുടുംബത്തിനാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ 8 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ച് നൽകുന്നത്. ഒപ്പം സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി 500 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആഞ്ഞിലിപ്പാടം റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. വി.ആർ. സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഏത് മേഖലയിലാണ് വികസന പ്രവർത്തനങ്ങൾ എത്താത്തത് എന്ന് ചോദിച്ചാൽ എല്ലാ മേഖലയിലും വികസന പ്രവർത്തനങ്ങൾ എത്തി എന്ന് ഉത്തരം പറയാവുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂളുകൾ നമ്മളെടുത്ത് പരിശോധിക്കുക, ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ പരിശോധിക്കുക, പശ്ചാത്തല മേഖലയിൽ എന്ന രീതിയിൽ റോഡുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഏത് ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളിൽ, ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ, മറ്റ് പഠന കാര്യങ്ങളിൽ, സ്പോർട്സ് കാര്യങ്ങളിൽ, സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എല്ലാം ഏറ്റവും വ്യക്തതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ശ്യാമള അയ്യപ്പൻ, ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഓൾ കേരള കാത്തോലിക്ക കോൺഗ്രസ് സംഘടനയുടെ ഉദ്ഘാടനം നടന്നു. ഇരിങ്ങാലക്കുട രൂപത വികാരി ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ജനിച്ചു വളർന്ന കാലഘട്ടം, ഞങ്ങൾ ജനിച്ച് ജീവിച്ചു വളർന്ന കാലഘട്ടവും തമ്മിലുള്ള ഭയങ്കര അന്തരം, അത് ഞങ്ങൾ തിരിച്ചറിയുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു വലിയ എക്സ്പോഷർ, ഇപ്പോഴുള്ള വലിയ സാധ്യതകളെ അതിൻ്റെ മാക്സിമത്തിലേക്ക് വളർത്താനും അതിൻ്റേതായ ആ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് നിങ്ങളോട് ആദ്യമേ തന്നെ പറയാനുള്ളത്. 10ാം ക്ലാസ്സിലും +2-വിലുമൊക്കെ വിജയം കരസ്ഥമാക്കി ഇനിയുള്ള നിങ്ങളുടെ ഭാവി മേഖലകൾ ഏതായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഡിറക്ഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഫാദർ ജോസ് പാലാട്ടി അധ്യക്ഷത വഹിച്ചു. KK മോണി, PY ജോൺ, ഡോക്ടർ ഫിൻഡോ ഫ്രാൻസിസ്, ഡേവിസ് തുളുവത്ത്, മിനി പോളി, PK ആന്റണി, PV ജോബി, PP ജോസ് എന്നിവർ സംസാരിച്ചു.
അധികാരധാർഷ്ട്യം ഉപയോഗിച്ച് ഈ രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശത്തെ ബി.ജെ.പിയും അവർക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും വെല്ലുവിളിക്കുകയാണെന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. വോട്ട് കൊള്ളയടിച്ച് രാജ്യത്തെ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ബി.ജെ.പി ശ്രമിക്കുന്നതിലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തിക്കുമെതിരെ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാങ്കല്ലൂർ സെന്ററിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള സംഘപരിവാറുകാർ. എത്രയോ കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്ന അന്നു മുതൽ ആളുകളെ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്താൻ, വിഭജിച്ചു നിർത്താൻ ബി.ജെ.പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം അംഗീകരിക്കാതെ വിമർശനപരമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. ജനങ്ങളെ അകറ്റി നിർത്തി വിഭജിച്ച് ഭരിച്ചതിൽ അവർ വിജയം കണ്ടതിലാണ് വീണ്ടും അവർ അധികാരത്തിൽ വന്നത്. ഈ ക്രൈസ്തവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരെ ആരെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഈ തൃശ്ശൂരിൽ എടുക്കുക എന്ന് പറഞ്ഞ് മുഴുവൻ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി വിജയിച്ച സുരേഷ് ഗോപി ക്രൈസ്തവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവർ ചോദിച്ചു, സുരേഷ് ഗോപി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ചോദിക്കുക, നിങ്ങളൊക്കെ ആരാണെന്ന്. മണ്ഡലം പ്രസിഡന്റ് A.A. മുസമ്മിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് E.S. സാബു മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറിമാരായ സാബു കണ്ടത്തിൽ, A.R. രാമദാസ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ E.V. സജീവ്, ധർമ്മജൻ വിലാടത്ത്, K.H. അബ്ദുൽ നാസർ, A. ചന്ദ്രൻ, T.J. ജോസഫ്, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പ്രശോഭ് അശോകൻ, V. മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ, മഹിളാ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ നേതൃത്വം നൽകി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് 50% കയറ്റുമതി തീരുവ ഏർപ്പെടുത്തിയ നടപടിയിലും ഇതിനെതിരെ പ്രധാനമന്ത്രി ഒരു പ്രതികരണവും നടത്താത്തതിനുമെതിരെ മാളയിൽ CPIM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P.K. ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അമേരിക്കൻ പ്രസിഡന്റിനെ ഡൊണാൾഡ് ട്രംപിനെ തെരഞ്ഞെടുക്കാൻ ഹീസ് മൈ ഫ്രണ്ട് എന്ന് അഭിമാനത്തോടുകൂടി ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തി അമേരിക്കയിൽ പോയി പലയിടങ്ങളിലും ട്രംപിനെ പ്രസിഡന്റാക്കാൻ വലിയ പരിശ്രമം അമേരിക്കയിലെ മലയാളികളുടെ സമ്മേളനം വിളിച്ചുകൂട്ടി അമേരിക്കൻ മലയാളികളെയെല്ലാം ട്രംപിന് അനുകൂലമായി ലോകാഭിപ്രായമുണ്ടാക്കാനും വിജയിപ്പിക്കാനും വേണ്ടി ശ്രമിച്ച നേതാവാണ് RSSന്റെ നേതാവ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ മോഡിജി. പാർട്ടി ഏരിയ സെക്രട്ടറി T.K. സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CS രഘു, മാള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സലിം പള്ളിമുറ്റത്ത് എന്നിവർ സംസാരിച്ചു. CPIM കുന്നുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ VS അച്യുതാനന്ദൻ അനുസ്മരണം നടത്തി. നോർത്ത് അടുവാശ്ശേരി 4-ാം വാർഡിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം PS ഷൈല ഉദ്ഘാടനം ചെയ്തു. നേതൃത്വപരമായി നിന്നുകൊണ്ട് വളരെ ചെറുപ്പം മുതൽ ഓരോ പ്രസ്ഥാനത്തിൻ്റെയും ആ പ്രസ്ഥാനം വളർത്തിയിട്ട് സംഘടിപ്പിക്കുന്നതിന്, തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നുള്ള, ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ KSKT എന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമാണ്. അതുപോലെ ഓരോ മേഖലയിലും വലിയ വലിയ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട്. വാർഡ് സെക്രട്ടറി P.T. ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി P.J. ജ്യോതിഷ്, P.K. പുഷ്പാഗതൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കുന്നുകര പഞ്ചായത്തിൽ ഒപ്പം സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നു. മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം ജോജു ജോർജ് താക്കോൽദാനം നിർവഹിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് മേലടൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആഞ്ഞിലിപ്പാടം റോഡ് നാട്ടുകാർക്ക് തുറന്നുകൊടുത്തു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരധാർഷ്ട്യം ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളുടെ പൗരാവകാശത്തെ BJPയും അവർക്ക് പിന്തുണ നൽകുന്ന സംഘടനകളും വെല്ലുവിളിക്കുകയാണെന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.